ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം മുതലാണ് നാം 18-ാം വാക്യം വരെ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത് വായിക്കുന്നത്. ഫിലദൽഫിയ സഭ, ഏഷ്യ മൈനറിലുള്ള 7 സഭകൾ നാം കൂടെ കേൾക്കുന്നതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ കാണുമായിരിക്കും. 1 എഫേസോസ് സഭ, 2 സ്മുർന സഭ, 3 പെർഗമോസ് സഭ, 4 തുയഥൈര സഭ, 5 സർദീസ് സഭ, 6 ഫിലദൽഫിയ സഭ, 7 ലവോദിക്ക സഭ. ഈ ഓരോ സഭയ്ക്കുമുള്ള ദൂതുകൾ ഇന്ന് ജീവിക്കുന്ന നമുക്ക് വളരെ പ്രസക്തമാണ്. നമുക്ക് അനുഭവപരമായിട്ട് എടുക്കാനുള്ള അനേകം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കാനുണ്ട്. ഓരോ സഭയ്ക്കുമുള്ള ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് നൽകുകയാണ്, സഭയ്ക്കുള്ള ദൂത് തരികയാണ് ഓരോ സഭയോടും. സഭ എന്ന് പറയുമ്പോഴേക്കും യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, കത്തോലിക്ക സഭ എന്നൊക്കെ പറയുന്ന പോലെയല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് പ്രാദേശികമായ സഭ, അന്ന് സഭ ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ സഭ, പ്രാദേശികമായ സഭ. ഓരോ പ്രദേശത്തും പ്രാദേശികമായ കൂടിവരവുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കൂടിവരവുകൾ ഉള്ള അറിയപ്പെടുന്ന 7 സഭകൾ. ആ 7 സഭകൾക്കും അവയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നും ഇനി വരാൻ സാധ്യതയുള്ള അവസ്ഥ എന്തെന്നും അതുകൊണ്ട് അവരെങ്ങനെയെല്ലാമാണ് ഇനി നോക്കി നിൽക്കേണ്ടതെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയോട് കൽപ്പിക്കുന്നതാണ് ഈ 7 സഭകൾക്കുള്ള ദൂത്. പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂതാണ്, സഭയോടുള്ളതായ ദൂതാണ്. അഥവാ സഭ നടത്തുന്നയാൾക്ക് വേണ്ടിയുള്ള ദൂതാണ്. സഭ നടത്തുന്നത് സഭയുടെ മൂപ്പെന്ന് പറഞ്ഞാൽ കശീശോ, സഭയുടെ മൂപ്പിന് വേണ്ടി സഭ നടത്തുന്നയാൾക്ക് വേണ്ടിയുള്ളതായ ദൂതാണ്. സഭയുടെ പാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, സഭയുടെ ഒട്ടക്കാരൻ എന്ന് പറയാം, അതല്ലെങ്കിൽ മേൽപ്പെട്ടക്കാരൻ എന്ന് പറയാം, സഭയുടെ നടത്തിപ്പുകാരൻ, സഭയെ ഭരിക്കുന്നയാൾ, സഭയെ നടത്തുന്നയാൾ. സഭയെ നടത്തുന്നവർ വാസ്തവത്തിൽ അവർ നടത്തുന്നത് സുവിശേഷത്തിൻ്റെ പാതയിൽ കൂടിയായിരിക്കണം. ഏതെങ്കിലും കൊട്ടാരക്കെട്ട് പോലുള്ളതായ കെട്ടിടങ്ങൾ പണിതല്ല സഭയെ നടത്തുന്നത്. സഭയുടെ ഏതെങ്കിലും വലിയ അമ്പരചുംബികളായ ആകാശം മുട്ട നിൽക്കുന്നതായ നല്ല പ്രാസാദചാരങ്ങൾ പണിതല്ല സഭയെ വളർത്തുന്നത്. നല്ല മനോഹരമായ ശില്പസൗകുമാര്യമുള്ള നല്ല കുരിശിൻതൊട്ടികൾ പണിതല്ല സഭയെ വളർത്തുന്നത്. കാണാൻ ചന്തമുള്ള സൗകുമാര്യമുള്ള നല്ല കെട്ടിടങ്ങൾ പണിതല്ല സഭയെ വളർത്തുന്നത്. കോളേജുകളും അരമനകളും എല്ലാം മോടി പിടിപ്പിക്കുന്നതിലല്ല സഭയെ വളർത്തുന്നത്. സഭയെ വളർത്തുന്നത് സഭയുടെ അംഗങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ളതായി വഴി തെളിയിക്കുവാനാണ് സഭയെ നടത്തുന്നത്. അതാണ് ഓരോരുത്തരുടെയും ചുമതല. ഓരോ സഭയിലും ചുമതലപ്പെട്ടവർ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ഈ ജനം അവർ ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്ത ജനമാണ്. ജനത്തെ സത്യമായ വഴിയിൽ നടത്തുക, സംശുദ്ധമായ വഴിയിൽ നടത്തുക, ജീവൻ്റെ വഴിയിൽ നടത്തുക. അവരെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരണം. സഭയെ നടത്തുന്നവർ ചെയ്തില്ലെങ്കിൽ ആ കടം അവർക്കാണ്. അത് അവർക്ക് മാത്രമായിട്ട് വെക്കാൻ ഒക്കുകയില്ല. നമ്മൾ ഓരോരുത്തരും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്തില്ലെങ്കിൽ കടം നമുക്ക് വരും. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അന്ന് എഫേസോസിൽ ബിഷപ്പായിട്ട് തിമോത്തിയോസ് ഭരിക്കുകയാണ്. ക്രീറ്റിൽ ബിഷപ്പായിട്ട് തീത്തോസ് ഭരിക്കുകയാണ്. അവരെ എല്ലാവരെയും അതാത് സ്ഥാനത്താക്കുവാൻ ദൈവം നിയോഗിച്ച അപ്പോസ്തലനായ പൗലോസ് ഇത് രീതിയിൽ പറഞ്ഞാൽ ഒരു ഭാവാതിരുമേനിയുടെ സ്ഥാനത്താണ്. അപ്പോസ്തലനായ പൗലോസിനെ പറയുകയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇന്നത്തെ പ്രാദേശിക സഭകളിൽ സുവിശേഷത്തിന് ഇന്ന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരു സഭയിലും ഇല്ല. യോഗങ്ങളുണ്ട്, കൺവെൻഷൻ പ്രസംഗങ്ങളുണ്ട്, നല്ല ഒന്നാന്തരം ബൈബിൾ ക്ലാസ്സുകളുണ്ട്, നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്, നല്ലതുപോലെ വചനം പറയാൻ കഴിവുള്ളവരും അതിനുള്ളതായ വൈദഗ്ധ്യമുള്ളവരും നല്ല വാഗ്വിലാസമുള്ളവരുണ്ട്. പക്ഷേ ഇന്ന് പാവപ്പെട്ട മനുഷ്യന് രക്ഷപ്പെടാനുള്ളതായ വഴിയൊന്നും കിട്ടുന്നില്ല. സാധുവായ മനുഷ്യനെ അബദ്ധത്തിലേക്ക് നയിക്കുന്നതായ പല ചിന്താഗതികളാണ് നടക്കുന്നത്. തീർത്ഥയാത്ര ചെയ്ത് രക്ഷപ്പെടാവുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ട്. തീർത്ഥയാത്രകൾ നടത്തുക, അതല്ലെങ്കിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ മല കയറുക, കുന്നിൻ മുകളിലേക്ക് കുരിശിന് ഒന്നുകൊണ്ട് കയറുക, പള്ളിക്ക് ചുറ്റും മുട്ടുകുത്തി നടക്കുക, പലവട്ടം മുട്ടുകുത്തി നടക്കുക, പള്ളിക്ക് ചുറ്റും ഉള്ളു നേർച്ച നടത്തുക എന്നിങ്ങനെയുള്ളതായ അബദ്ധങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പാവപ്പെട്ട ജനം ഇന്ന് അവരെങ്ങോട്ട് പോകുന്നതെന്നറിയാതെ നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ മാസത്തിൽ സഭയെ നടത്തുന്നയാളുടെ ചുമതല എന്ന് പറയുന്നത് ഈ ജനത്തിന് രക്ഷയുടെ സങ്കേതം കാണിച്ചു കൊടുക്കുക. അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ കൊടുക്കുക, യേശുക്രിസ്തുവിനെ കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. എനിക്കില്ലാത്തത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുകയില്ലല്ലോ. എനിക്കില്ലാത്ത ഞാൻ 10 രൂപ ഒരാൾ കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുകയില്ല. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും കൊടുക്കാൻ പറ്റണമെങ്കിൽ എൻ്റെ കയ്യിൽ രൂപ ഉണ്ടായിരിക്കണം. ഇന്ന് ഈ സ്വത്ത് ഇല്ലാതെ സ്വത്ത് വിതരണം ചെയ്യാനുള്ള നോട്ടമാണ്. സ്വത്തില്ല, യേശുക്രിസ്തു ഇല്ല. ക്രിസ്തു ഇല്ലാത്ത കൺവെൻഷൻ പ്രസംഗങ്ങൾ, ക്രിസ്തു ഇല്ലാത്ത ബൈബിൾ ക്ലാസ്സുകൾ, ക്രിസ്തു ഇല്ലാത്ത യൂത്ത് അസോസിയേഷനുകൾ, ക്രിസ്തു ഇല്ലാത്ത വനിതാ സമാജങ്ങൾ, ക്രിസ്തു ഇല്ലാത്ത ധ്യാനയോഗങ്ങൾ എല്ലാം ക്രിസ്തു ഇല്ലാത്തവയാണ്. ക്രിസ്തു ഇല്ലാത്ത, ഭയത്തോട് പറയട്ടെ, ക്രിസ്തു ഇല്ലാത്ത പള്ളികൾ, ക്രിസ്തു ഇല്ലാത്ത പള്ളി പൊതുയോഗങ്ങൾ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കിട്ടാത്തതായ എന്തെല്ലാമൊക്കെ ഉണ്ട്, ചട്ടം കെട്ടുകളെല്ലാം ഉണ്ട്. എന്ന് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ജനത്തിന് കൊടുക്കുക എന്നുള്ളതാണ് സഭയുടെ ആദ്യത്തെ കർത്തവ്യം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, മേൽപ്പട്ടക്കാർ പട്ടക്കാരുടെ സിംഹാസന്മാർ ഏർപ്പാടാക്കി കർത്താവ് വരെ ഭൂമിയതിങ്കൽ അണിയിച്ചാർ ഇവർ അനിശം തന്നോട് സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാലേ. സഭയെ സ്തുതി അണിയിക്കുവാനാണ് മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സിംഹാസന്മാരെ നിയമിച്ചത്. സഭയിൻ മക്കളെ സ്തുതിയെ ധരിപ്പിക്കുക, സ്തുതി അണിയിക്കുക, സ്തുതി ധരിപ്പിക്കുക. സ്തുതി ഒരു ആഭരണമാണ്. സ്തുതി അണിയിക്കുക, സ്തുതി ധരിപ്പിക്കുക. സ്തുതി ഒരു മാലയാണ് സങ്കല്പിക്കൂ, ആ മാല ധരിപ്പിക്കുക. സ്തുതി കിരീടമാണ് സങ്കല്പിക്കൂ, ആ കിരീടം ധരിപ്പിക്കുക. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സിംഹാസന്മാരെയും സഭയിൽ ഏർപ്പാടാക്കിയതിന് ഉദ്ദേശമുണ്ട്. ഉദ്ദേശം മറ്റൊന്നുമല്ല. ദൈവം ഏർപ്പാടാക്കിയത് അവർ സഭയിൻ മക്കളെ, സഭയുടെ മക്കളെ, ഓരോ വ്യക്തിയെയും സ്തുതി അഭ്യസിപ്പിക്കാനാണ്. സ്തുതി അഭ്യസിപ്പിക്കണം. ആ ഗീതം നോക്കുന്നു പാടാമോ? മേൽപ്പട്ടക്കാർ പട്ടക്കാരുടെ സിംഹാസന്മാർ. മേൽപ്പട്ടക്കാർ പട്ടക്കാരോടു സിംഹാസന്മാർ ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയതിങ്കൽ അണിയിച്ചാലിവരനിശം തന്നോട് സഭയുടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളാലേ. നിരന്തര സ്തുതി, ആ നിരന്തരമായ സ്തുതി അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സിംഹാസന്മാരെ നിയമിച്ചത്. ഇത് പലർക്കും അറിയാൻ വയ്യാതെ പോയിരിക്കുന്നു. ഇന്നിതെല്ലാം അജ്ഞാതമാണ്, അറിയുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. ഉള്ള സത്യം തുറന്നു പറയാതിരിക്കുന്നത് എങ്ങനെ? സത്യം തുറന്നു പറയാതിരുന്നാൽ എത്ര നാൾ തുറന്നു പറയാതിരിക്കാം? പ്രിയപ്പെട്ടവരെ, ഇത് എന്തെങ്കിലും ഒന്ന് മനുഷ്യൻ മനസ്സിലാക്കണ്ടേ? പാവപ്പെട്ട ജനം മനസ്സിലാക്കണ്ടേ? ഓരോരുത്തർക്കും അത് നിയമിക്കപ്പെട്ടതായ ചുമതലകളുണ്ട്. ഇല്ലെങ്കിൽ കടക്കാരായി പോകും. കടന്നു ചെല്ലുമ്പോൾ നിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക എന്ന് പറയുമ്പോൾ ഏൽപ്പിക്കാൻ കണക്കൊന്നുമില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താലന്ത് കൊണ്ടുവരാൻ ഒന്നുമില്ല, കൈവശം ഒന്നുമില്ല. നിൻ്റെ ഗ്രഹവിചാരത്തിൻ്റെ കണക്ക് തരിക എന്ന് പറയുമ്പോൾ കണക്ക് കൊടുക്കാൻ ഒന്നും കയ്യിലില്ല. ഈ ദയനീയമായ സ്ഥിതി ഇന്ന് നമുക്കാർക്കും വരരുത്. നാം ഇന്ന് ഓരോരുത്തരും വിശുദ്ധിയുടെ സ്തുതിയുള്ളവരായി തീരണം. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയുടെ സ്തുതിയുള്ളവരായി തീർന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി തീരണം. നാം പറയുന്നുണ്ട്, ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. അനുഗ്രഹമാണ്, സമാധാനമാണ്, ബലിയാണ്, സ്തോത്രമാണ് കുർബാന. ഇതെല്ലാം അറിയാം നമുക്ക്. പക്ഷേ അതൊന്നും പ്രായോഗികമാകുന്നില്ല. സ്തുതിയില്ല, സ്തോത്രമില്ല. സ്തുതി ബലികളാണ് ചേറിടുവീൻ എന്നാണ് നാം പാടുന്നത്. സ്തുതി ബലികളാണ് ചേറിടുവീൻ. കുർബാനയുടെ അവസാന ഭാഗത്ത് മദ്ബഹയിൽ നിന്നൊരു കൽപ്പന വരും. നാം ഒട്ടഹസിച്ച് പറയണം. പയ്യെ പറഞ്ഞാൽ പോരാ, നാം ഒട്ടഹസിച്ച് പറയണം. അപ്പോൾ പറയുന്നത് എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായവൻ വന്ദിക്കപ്പെട്ടതിനും സ്തുതിക്കപ്പെട്ടതിനുമാകുന്നു. ആദ്യം മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി, ഹല്ലേലൂയ, സ്തോത്രം. ഇതെല്ലാം സഭ നിയമിച്ച കാര്യങ്ങളാണ്. സഭയുടെ പിതാക്കന്മാർ നിർണയിച്ച കാര്യങ്ങളാണ്. പൂർവികമായ സമ്പത്ത് നമുക്കുണ്ടായിരുന്നു, പൂർവികമായ സ്വത്ത്, നല്ല സ്വത്തുണ്ടായിരുന്നു. പക്ഷേ സ്വത്തെല്ലാം ഇന്ന് ശത്രു കയ്യേറിപ്പോയി, എല്ലാം കൈവശം വന്നുപോയി. ഇന്ന് സ്വത്തില്ല. ഇന്ന് വാസ്തവത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്നതായ വിഭവങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടണം, ഇല്ലെങ്കിൽ കടക്കാരായി പോകും. നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവത്തിനായിട്ട് നാം സമർപ്പിക്കണം. ഫിലദൽഫിയ സഭയെ നോക്കുമ്പോൾ കർത്താവ് സന്തോഷിക്കുകയാണ്. സ്മർണ സഭയെയും ഫിലദൽഫിയ സഭയെക്കുറിച്ചാണ് കർത്താവ് കുറ്റമൊന്നും പറയാത്തത്. മറ്റ് സഭകൾ ഓരോന്നിനെക്കുറിച്ചും കർത്താവ് കുറ്റം പറയുന്നുണ്ട്. നിന്നെക്കുറിച്ച് കുറ്റം പറയാനുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. ഈ രണ്ട് സഭകൾ, സ്മർണ സഭയും ഫിലദൽഫിയ സഭയും, കർത്താവ് ന്യൂനതയൊന്നും പറയുന്നില്ല, ഏതെങ്കിലും കുറവുണ്ടെന്ന് പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ,
നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നിങ്ങളിൽ ഇന്ന കുറ്റമുണ്ട് എന്ന് കർത്താവ് അപ്പോൾ തൻ്റെ ഗ്രന്ഥം തുറന്ന്, ഓർമ്മയുടെ പുസ്തകം തുറന്ന് വായിച്ച് കേൾപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ പുസ്തകമുണ്ടല്ലോ, ഓർമ്മയുടെ പുസ്തകം. മറ്റൊരു പുസ്തകമുണ്ടല്ലോ, ജീവൻ്റെ പുസ്തകം. ജീവൻ്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ പേരില്ല, സ്വർഗത്തിൽ പേര് കിട്ടിയിട്ടില്ല. സ്വർഗത്തിൽ പേര് എഴുതിയിരിക്കുന്ന ആദിയാതന്മാരുടെ സഭയിലായിട്ടില്ല. സ്വർഗത്തിൽ പേര് കിട്ടിയിട്ടില്ല, ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ല. തന്നെയുമല്ല, നോക്കുമ്പോൾ ഓർമ്മയുടെ പുസ്തകം തുറന്ന് നോക്കുമ്പോൾ അനേകം പാപങ്ങൾ, നമ്മൾ വല്ലതും മറന്നുപോയി കാണും. പല പാപങ്ങളും മറന്നുപോയി. അധ്യാപകരെ നിന്ദിച്ചത്, മാതാപിതാക്കളെ വെറുപ്പോടെ കണ്ടത്, മാതാപിതാക്കളോട് അരിശം കൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്, ധിക്കാരമായി സംസാരിച്ചത്, അതല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ കലഹിച്ചത്, അയൽക്കാരോട് ശണ്ടയിട്ടത്, വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ. എല്ലാമാണ് നമ്മുടെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഒന്നും മാഞ്ഞു പോയിട്ടില്ല. മാഞ്ഞു പോകണമെങ്കിൽ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തം ഒരു തുള്ളി ഒന്ന് വീഴണം. യേശുക്രിസ്തുവിൻ്റെ തിരുലാവിൽ നിന്നൊഴിയ തിരുരക്തം ആ ഓർമ്മയുടെ പുസ്തകത്തിലെ താളുകളിൽ ഒന്ന് വീണാൽ മാത്രമേ അത് മാഞ്ഞു പോവുകയുള്ളൂ. വേറെ ഒന്നുകൊണ്ടും മായ്ക്കാൻ സാധിക്കുകയില്ല. അതിനു വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം, ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് കടന്നു വന്നത്. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തുമാത്രം ആക്ഷേപം വന്നിട്ടും, ആരെല്ലാം പരിഹസിച്ചിട്ടും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയിട്ടും ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നിനും വേണ്ടിയല്ല. ദൈവത്തിന് സ്തോത്രം. കടപ്പാട് ഉയരത്തിൽ ജീവനുള്ള ദൈവത്തോടാണ്, അതുകൊണ്ടാണ് വേല ചെയ്യുന്നത്. ഭൂമിയിൽ മനുഷ്യരോട് ആരോടുമല്ല കടപ്പാട്, സ്വർഗത്തിലെ ദൈവത്തോട് കടപ്പാട്. അതുകൊണ്ട് ആരെന്ത് പറയുന്നു നോക്കുന്നില്ല, അത് വിശദീകരണം കൊടുക്കുന്നില്ല, ഒരു വിശദീകരണവുമില്ല. ഒന്നേ ഒന്ന്, സ്വർഗത്തിൽ നിന്നുള്ള കൽപ്പന കിട്ടിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും, ആകണം. ദൗ ഷാൽ ബി മൈ വിറ്റ്നസസ്. ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. എങ്ങനെ? ആദ്യം യെരൂശലേമിൽ, പിന്നെ യഹൂദിയിൽ എല്ലായിടത്തും, പിന്നെ ശമരിയിലും, പിന്നെ ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിസ്സാരമല്ല. നമ്മുടെ പദവി വളരെ വലുതാണ്. ഇത് മനസ്സിലാക്കി ഇന്ന് നിൽക്കേണ്ടതാണ്. കർത്താവ് നോക്കുമ്പോൾ കുറ്റമൊന്നും പറയാനുണ്ടായിരിക്കരുത്. ഓർമ്മയുടെ പുസ്തകത്തിൽ നമ്മുടെ പേരിലുണ്ടായിരുന്ന തെറ്റുകളെല്ലാം മാഞ്ഞു കിട്ടിയിരിക്കണം. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വളരെ ഗൗരവത്തോടും അതേസമയം വളരെ വിനയത്തോടും കൂടി നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. ഞാൻ ഇതുവരെ എന്ത് നേടി, എന്ത് സമ്പാദിച്ചു? ശരിയാണ്, നിങ്ങൾ പലതും സമ്പാദിച്ചു. നിങ്ങൾ മനോഹരമായൊരു വീട് വെച്ചു, നല്ലത്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു, നന്നായി. അവർക്ക് ജോലി കിട്ടി, നന്നായി. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കുറേ കാര്യങ്ങളെല്ലാം സ്വരുക്കൂട്ടാൻ പറ്റി, പിള്ളേരുടെ വിവാഹം നടത്തി, അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുത്തു, സകലം ചെയ്തു, ശരി. പക്ഷേ നിങ്ങൾ നിത്യതയിലേക്ക് വേണ്ടി എന്ത് ചെയ്തു? നിത്യതയിലേക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ കേട്ടിട്ടുണ്ടൊരു കഥ, അത് സംഭവമല്ല, ഒരു കഥ പോലെ. സാധു സിംഗ് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. സ്വർഗത്തിലേക്ക് ചെല്ലുവാൻ മരിച്ചവർ ഇങ്ങനെ ചെല്ലുകയാണ് സ്വർഗവാതിക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ മാലാഖ ചിലരെ തടുത്തു നിർത്തുന്നു, ചിലരെ മാത്രം അകത്തേക്ക് കടത്തി വിടുന്നു. ഒരു സുവിശേഷകൻ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. സുവിശേഷകൻ മരിച്ച് കടന്നു ചെല്ലുകയാണ്. സ്വർഗത്തിൻ്റെ വാതിക്കലെത്തിയപ്പോൾ മാലാഖ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് പ്രവേശനമില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, മാലാഖയോട് വാദിച്ചു, എന്താണ് ഈ പറയുന്നത്? മാലാഖയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇന്നടത്ത് ഇന്ന സുവിശേഷകനാണ്. ഞാൻ എത്രയോ പേരെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നു, ഞാൻ എത്രയോ പേരെ മാനസാന്തരത്തിൽ കൊണ്ടുവന്നു, ഞാൻ എത്രയോ പേർക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെ മാലാഖയ്ക്ക് അറിഞ്ഞുകൂടെ? ഉടനെ മാലാഖ പറഞ്ഞു, കുറച്ച് നേരം നിൽക്കുക, എനിക്ക് അറിയാമോ എന്നുള്ളതല്ല, നിങ്ങൾക്കറിയാമോ എന്നുള്ളതാണ് പ്രധാന വിഷയം. കുറച്ച് നേരം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു, യുവാവ് മരിച്ച് കടന്നു വന്നു. ആത്മാവ് മാലാഖ എതിരേറ്റ് കൊണ്ടുപോയി അവന് മനോഹരമായൊരു രമ്യഹർമ്മ്യം എന്ന് വെച്ചാൽ മനോഹരമായൊരു വീട് കാണിച്ചു കൊടുത്തു. ഇത് നിനക്ക് കർത്താവായ യേശുക്രിസ്തു പണിതതായ വീടാണെന്ന് പറഞ്ഞു. മനോഹരമായൊരു വീട്, നല്ല സുന്ദരമായ വീട്. ഇദ്ദേഹം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഈ ആദ്യം വന്ന സുവിശേഷകൻ. അദ്ദേഹം മാലാഖയോട് പറഞ്ഞു, അപ്പോൾ ഇവിടെ മുഖപക്ഷമുണ്ടല്ലേ? മാലാഖയോട് ചോദിക്കുകയാണ്, ഇവിടെ മുഖപക്ഷമുണ്ടല്ലേ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, ഇപ്പോൾ വന്നയാളെ അറിയാമോ നിങ്ങൾക്ക്? അവൻ എൻ്റെ വേലക്കാരനാണ്, എൻ്റെ വീട്ടിൽ വില ചെയ്യുന്നവനാണ്. അവൻ ഞാൻ പറഞ്ഞു കൊടുത്തതല്ലാതെ അവന് ആത്മീയമൊന്നുമില്ല. ഞാനാണ് അവന് പുസ്തകത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അവന് വേദവാക്യങ്ങൾ പഠിപ്പിച്ചത് ഞാനാണ് അവന് വേണ്ടി അനേകം കാര്യങ്ങൾ ഉപകാരം ചെയ്ത് അവനെ വളർത്തിക്കൊണ്ട് വന്നത്. അവനൊരു മാനസാന്തരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ കേട്ടാണ് മാനസാന്തരപ്പെട്ടത്. എന്നിട്ട്
അവനെ അകത്ത് കൊണ്ടുപോയി വൻ മാളികയിൽ കൊണ്ടുപോയി ഇരുത്തി എനിക്ക് പുറത്ത് നിൽക്കുന്നു. എന്തൊരു കഷ്ടമാണിത്. മലഹ പറഞ്ഞു, ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ വരുന്നവർ അവരുടെ ജീവിതത്തിൽ, ഭൂമിയിലെ ജീവിതത്തിൽ അവരെന്തെല്ലാം ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടോ അതുകൊണ്ടെല്ലാമാണ് വീട് പണിയുന്നത്. നിങ്ങൾക്ക് വേണ്ടി വീട് പണിയാനുള്ളതൊന്നും നിങ്ങൾ കൊടുത്തയച്ചില്ല. സ്വർഗ്ഗത്തിൽ ഭവനം പണിയാൻ നിങ്ങളൊന്നും കൊടുത്തയച്ചില്ല. സ്വർഗത്തിലേക്ക് ചെല്ലാനുള്ളതൊന്നും നിങ്ങൾ സമ്പാദിച്ചില്ല. നിങ്ങൾ വീട്ടിൽ ധാരാളം സ്വത്തുണ്ടാക്കി, വേലക്കാരുണ്ടായിരുന്നു, പല സൗകര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ സ്വർഗത്തിലേക്ക് വേണ്ടി നിങ്ങളൊന്നും സമ്പാദിച്ചില്ല, ഇങ്ങോട്ടൊന്നും അയച്ചില്ല. ആ ചെറുപ്പക്കാരന് അവനിങ്ങോട്ട് അയച്ച സാധനങ്ങൾ കൊണ്ടുകൊടുക്കുകയാണ് അവന് വീട് പണിതത്. ഇവിടെ ആർക്കും അങ്ങനെ വീട് പണിത് കൊടുക്കുന്നില്ല. ഉള്ളത് അവരിങ്ങോട്ട് അയക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് വീട് വയ്ക്കുന്നത്. സുന്ദർ സിംഗ് ഈ ദർശനം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ദൈവമേ, സുന്ദർ സിംഗ് കണ്ടത് ഇതാണ്. ആ സുവിശേഷകൻ്റെ ആത്മാവ് ഇത് കേട്ടപ്പോൾ അത്യന്തം ആക്രോശിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അങ്ങ് നരകവാതിലേക്ക് കല്ലെടുത്തെറിയുന്നത് പോലെ പാഞ്ഞു പോയി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, ഇവിടെ നാം സമ്പാദിക്കുന്നത് എന്താണ്? നാം എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിത്യതയിലേക്ക് നിലനിൽക്കാൻ എന്ത് സമ്പാദിച്ചു? സ്നേഹം സമ്പാദിച്ചുവോ? സൗമ്യത സമ്പാദിച്ചുവോ? താഴ്മ സമ്പാദിച്ചുവോ? സ്വയത്യാഗം സമ്പാദിച്ചുവോ? സ്വാർത്ഥതയില്ലായ്മ സമ്പാദിച്ചുവോ? എളിമ സമ്പാദിച്ചുവോ? യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്? യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ് കിട്ടിയിട്ടുള്ളത്? ഓരോരുത്തരും പരിശോധിക്കണം. ഇതെല്ലാമാണ് ഞാനും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമായിട്ട് എനിക്ക് ചേരാൻ ഇനി എന്തെല്ലാമാണ് മാറ്റം വരുത്തേണ്ടത്? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. ചുരുങ്ങിയ ആയുസ്സല്ലേ ഉള്ളൂ, അധികമൊന്നുമില്ലല്ലോ. ഒരു ചുരുങ്ങിയ ആയുസ് അത് പെട്ടെന്നങ്ങ് പറന്നു പോകും, പെട്ടെന്നങ്ങ് തീർന്നു പോകും. ഞാൻ ഈയിടെ ഓർത്തു, ഞാൻ കോളേജിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ 97 കോളേജിൽ നിന്ന് വന്നതാണ്. എത്ര പെട്ടെന്ന് കാലങ്ങൾ പോയേ. ഇതാ വാർദ്ധക്യം വന്ന് മൂടിയിരിക്കുന്നു, വാർദ്ധക്യം വന്ന് ബലക്ഷയത വരുത്തിയിരിക്കുന്നു, വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങൾ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാ അങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പും മരണത്തോടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചുവടുവെപ്പും മരണത്തോടെടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ ചുവടുവെപ്പും കർത്താവിൻ രണ്ടാമത്തെ വരവിനോട് എടുത്തുകൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ. ചിന്തിക്കണ്ടേ? നമുക്കറിയാമല്ലോ, ചിന്തിക്കാൻ ബുദ്ധിയുണ്ടല്ലോ. ഞാൻ ഇന്ന് രാത്രി കടന്നു പോയാൽ എൻ്റെ കർത്താവെ, എനിക്ക് വേണ്ടി നീ ഒരുക്കുന്നതായ സ്വർഗ്ഗസ്ഥാനത്ത് ഞാൻ എത്തുമോ? എനിക്ക് വേണ്ടി നീ പണിതിരിക്കുന്നതായ സ്വർഗീയ ഗോപുരത്തിൽ ഞാൻ എത്തുമോ? യേശുവേ, ഇന്ന് ഞാൻ കടന്നുപോയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. ഇന്ന് ഞാൻ കടന്നുപോയാൽ ഞാൻ എവിടെ ചെല്ലും? കർത്താവിന് സ്തോത്രം. ഇവിടെ ഫിലദൽഫിയ സഭയിലെ ദൂതൻ എഴുതുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സന്തോഷിച്ചുകൊണ്ടിരിക്കുക എഴുതുകയാണ്. നമുക്ക് വായിക്കാം 7-ാം വാക്യം മുതൽ, 3-ാം വാക്യം മുതൽ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ഇതായ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഏതാണ് ഈ വാതിൽ? ഒന്ന്, ഈ വാതിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളതായ വാതിലാണ്. തുറന്ന വാതിൽ, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വാതിൽ. ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ഒരു വാതിൽ തുറന്നു കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്നവർക്ക് അതിനൊരു സംശയവുമില്ല. നിങ്ങൾക്കൊരു വാതിൽ തുറന്നു തരികയാണ്. ധാരാളം പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. ദൈവത്തിൻ്റെ വേല ചെയ്യാനുള്ളതായ ചുറ്റുപാടുകളെല്ലാം ഉണ്ട്. ദൈവത്തിന് വേല ചെയ്യാനുള്ളതായ സാധ്യതകളേറെയുണ്ട്. എന്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ, എന്ത് നല്ലൊരു അന്തരീക്ഷമാണ് നമുക്കുള്ളത്, എന്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കുള്ളത്. ഒരു പശ്ചാത്തലം, നല്ലൊരു പശ്ചാത്തലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്, ഈ ആത്മീയത്തിൻ്റെ അനുഭവം കിട്ടുന്നതിന് എന്നെ നയിച്ച, ഞാൻ പപ്പായി എന്ന് വിളിക്കുന്ന പരിശുദ്ധനായ ദൈവപുരുഷൻ, അദ്ദേഹത്തിൻ്റെ സമർപ്പണം ആണ് വാസ്തവത്തിൽ എന്നെയല്ല അനേകം പേരെ കർത്താവിലേക്ക് ആനയിച്ചത്. ഒരാൾ വിശുദ്ധനായി നിന്നു, ഒരു വിശുദ്ധ പുരുഷനായിട്ട് നിന്നു, സകലവും ത്യജിച്ചു നിന്നു. കേരള ഗവൺമെൻറ്റിലെ ഒരു ഗസറ്റഡ് ഓഫീസറായിരുന്നു, ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിൻ്റെ സൂപ്രണ്ടായിരുന്നു, ഉയർന്ന പദവിയായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം മുഴുവൻ സമയം ദൈവവേലയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചു. എങ്ങും പ്രസംഗിക്കാനൊന്നും പോയില്ല, പ്രസംഗിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന.
ആ തീക്ഷ്ണതയുള്ള പ്രാർത്ഥന കൊണ്ട് അനേകം പേര് ഉണർത്തപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് പാലവെള്ളി എന്ന് പറഞ്ഞ തെക്ക് തിരുവനന്തപുരത്തിൻ്റെ തെക്ക് കന്യാകുമാരി അടുത്ത് ഒരു പ്രദേശം മുഴുവൻ അവിടെയുള്ള അനേകം ആളുകൾ ഉണർത്തപ്പെട്ടു എന്നുള്ളതാണ്. അനേകര്. അദ്ദേഹം അവിടെ പോവുകയോ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചേ ഉള്ളൂ. പക്ഷേ ആ ഒരൊറ്റ ആളത്വത്തിൽ നിന്നുകൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, പണത്തിന് വേണ്ടി വില ചെയ്യുന്ന ആളായിരുന്നില്ല. അതാ ഞങ്ങൾ പഠിച്ച പാഠം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചത്. പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ വില ചെയ്യുകയില്ല, കർത്താവിൻ്റെ വില ചെയ്യുകയില്ല. പൈസ സമ്പാദിക്കുകയില്ല, കർത്താവിൻ്റെ വേലയിൽ സമ്പാദിക്കുകയില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ പാഠങ്ങളാണ്. ഞങ്ങൾക്ക് അക്കരെ ദേശത്തി അല്ലണ്ടേ? ദൈവത്തിന് സ്തോത്രം. അക്കരെ ദേശത്തി അല്ലണ്ടേ? ചെന്ന് കർത്താവിൻ്റെ പാദം മൊത്തണ്ടേ? ആ തൃപ്പാദം ചുംബിക്കണ്ടേ? സ്വർഗ്ഗസിയോനിലെത്തി യേശുവിൻ്റെ സന്നിധിയിൽ ചേർന്നിരുന്ന് മാലാഖമാരുടെ നിരയിൽ നിന്ന് സ്തുതിക്കണ്ടേ? വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണ്ടേ? കർത്താവിനെ ആരാധിക്കണ്ടേ? അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയാണ്, ഞങ്ങളെ തന്നെ ഒരുക്കുകയാണ്, ഞങ്ങളെ തന്നെ കഴുകിയെടുക്കാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവ് നോക്കുമ്പോൾ ഒരു ഊനവും കാണരുത്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ നീ എൻ്റെ വചനം കാത്തു. സ്തോത്രം. അല്പമേ ശക്തിയുള്ളൂ എങ്കിൽ നീ എൻ്റെ വചനം കാത്തു. വചനത്തിന് ഗൗരവം കൊടുക്കുക. വചനം, ദൈവത്തിൻ്റെ വചനം പറയുന്നവരാണ് നോക്കണ്ട. ദൈവത്തിൻ്റെ വചനം. വചനത്തെ നിന്ദിച്ചാൽ കനത്ത ശിക്ഷ വരും. വചനത്തെ നിന്ദിക്കരുത്, വചനത്തെ ആക്ഷേപിക്കരുത്, വചനത്തെ നിന്ദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. വചനത്തെ തുച്ഛീകരിക്കരുത്, വചനത്തെ ചെറുതായി കാണരുത്, വചനം പറയുന്നവരെ ചെറുതായി കാണരുത്. ദൈവത്തിന് സ്തോത്രം. സൂക്ഷിക്കണം. നാം ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ നേരെ പാപം ചെയ്യരുത്. പരിശുദ്ധാത്മാവിൻ്റെ വചനം തരുന്നവരെ നാം ആദരിച്ചു കൊള്ളണം. ആരെയും ആരാധിക്കേണ്ട, പക്ഷേ ആദരിച്ചു കൊള്ളണം. അവരുടെ നാവിൽ കൂടി കിട്ടുന്ന വചനം ഭാഗ്യമാണെന്ന് ഓർത്ത് സ്വീകരിച്ച് അനുസരിച്ച് കൊള്ളണം. കർത്താവിന് സ്തോത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ നാം ഔട്ട് ഓഫ് ദ ഫീൽഡായി പോകും, വയലിന് പുറത്തായി പോകും, നാം പുറത്തായി പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വചനം സ്വീകരിക്കുക, വചനം അനുസരിക്കുക, വചനത്തെ മാനിക്കുക, വചനം നിങ്ങൾ കൈക്കൊള്ളുക, വചനം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും വചനം കാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിലദെൽഫിയ സഭയ്ക്ക് ഒരു കുറവും കണ്ടില്ല. അതുകൊണ്ട് ദൈവം അവരെ അഭിനന്ദിക്കുകയാണ്, കർത്താവ് അഭിനന്ദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഇന്ന് നിങ്ങൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഒരു വ്യവസ്ഥയും കൂടെ അത് കൊടുക്കുക. കർത്താവേ, ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചു, പലതും പാഴായിപ്പോയി, നഷ്ടമാക്കി കളഞ്ഞു. കർത്താവേ, ഞാൻ നേടേണ്ടത് നേടിയില്ല. കർത്താവേ, നേടേണ്ടത് ഞാൻ നേടിയില്ല. തെറ്റുപറ്റിപ്പോയി. കർത്താവേ, അബദ്ധം പറ്റിപ്പോയി, അവിവേകം വന്നുപോയി. കർത്താവേ, തെറ്റുകൾ സംഭവിച്ചു, അലസത വന്നുപോയി. ഇന്ന് ഈ നിസ്സാരമായ ആയുസ്, അല്പമുള്ള ആയുസ്, അല്പായുസ്, ഈ നഷ്ടശിഷ്ടമായ ആയുസ് ഉടയവനെ കുരിശിൻ ചുവട്ടിലേക്ക് ഞാനിതാ വയ്ക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ആ കുരിശിൽ നിന്ന് ഒഴുകി വരുന്ന എൻ്റെ കർത്താവ് തിരുവിലാവിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം, കുരിശിൽ കൂടി ഒഴുകി വരുന്ന രക്തം എൻ്റെ മേലൊന്ന് വീഴണമേ. ആ രക്തത്താൽ എന്നെ കഴുകണമേ. എനിക്ക് എന്നെ കഴുകാൻ കഴിവില്ല, എന്നെ കഴുകാൻ എനിക്ക് കഴിയില്ല, എനിക്ക് കഴിവില്ല. കർത്താവേ, എന്നെ ഞാൻ കഴുകിയാൽ കഴുകയില്ല. യേശുവേ, രക്തം കഴുകിയാൽ ഞാൻ കഴുകപ്പെടും. നീ ഇന്ന് എന്നെ ഒന്ന് കഴുകുമോ? കർത്താവേ, എന്നെ നീ ഒന്ന് വിശുദ്ധനാക്കുമോ? അതാ എൻ്റെ ജീവിതകാലത്ത് ഒരു വിശുദ്ധനായി ജീവിച്ചിട്ട് കടന്നു പോകാനുള്ള ഭാഗ്യം നീ എനിക്ക് തരുമോ? ഒരു വിശുദ്ധനായി ജീവിച്ചിട്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ എനിക്ക് നീ ഭാഗ്യം തരുമോ? എൻ്റെ പ്രിയൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ ആ കൂടെ പറന്നു വരാൻ എനിക്ക് കൃപ തരുമോ? കർത്താവേ, കൃപ എനിക്കറിയാം. എൻ്റേതല്ല, നിൻ്റെ കൃപ മാത്രം. എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപ മാത്രം. എൻ്റെ യോഗ്യതയല്ല, നിൻ്റെ കൃപ മാത്രം. യോഗ്യനായവൻ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ യോഗ്യതയാണ് എനിക്കുള്ളത്, വേറെ യോഗ്യതയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സമർപ്പിക്കുകയോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയും, യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. സ്വർഗ്ഗം ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. സ്വർഗീയ ദൂതന്മാർ ഞങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ദൂതന്മാർ സന്തോഷിക്കുന്നതിനായി സ്തോത്രം. മാനസാന്തരപ്പെടുന്നൊരു പാവിയെ ചൊല്ലി സ്വർഗ്ഗം സന്തോഷിക്കുന്ന ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവേ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ മാനസാന്തരം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരാൻ വിശുദ്ധരാക്കി തീർക്കണമേ. എല്ലാവരെയും അനുഗ്രഹിച്ച് സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.